തീർച്ചയായിട്ടും അതാണ് റെക്കമെൻഡ് ചെയ്ത് അദ്ദേഹം കൊടുത്തിരുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ മുകളിൽ ഭയങ്കരമായ സമ്മർദ്ദമുണ്ടാകുന്നു. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ള ആ റെക്കമെൻഡേഷൻ ലെറ്റർ ആ വരി മാറ്റി നിർത്തണമെന്നാക്കാൻ CM-ന്റെ ഓഫീസിൽ നിന്ന് ശക്തമായ സമ്മർദ്ദത്തിന് വഴങ്ങി. ആ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് അദ്ദേഹം രണ്ടാമത് അത് കൊടുത്തോ എന്നെനിക്കറിയില്ല. ഭയങ്കരമായ അതാണ് ഈ 2 ദിവസം നീണ്ടുപോയത്. സത്യത്തിൽ 30 ദിവസം കഴിയുമ്പോൾ കറക്റ്റ് 30ാമത്തെ ദിവസം DGP റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് അങ്ങനെ തന്നെ നടപ്പിലാക്കിയാൽ PHQയുടെ പുറത്താണ് ഈ DGP. പക്ഷെ അദ്ദേഹത്തിന് വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ മുകളിൽ CMO എടുത്ത തീരുമാനമാണോ അതല്ല ആ റിപ്പോർട്ട് അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിച്ചതാണോ എന്ന് അതെനിക്ക് പറയാൻ കഴിയില്ല. ഇതാണ് ഇതിന്റെ വസ്തുത. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ നമുക്കും കിട്ടുന്നുണ്ടല്ലോ. ഈ നെക്സസ്, ഈ ക്രിമിനൽ സംഘത്തെ പോലീസ് സേനയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ ഉന്നതരായ സത്യസന്ധരായ IPS ഓഫീസർമാർ കേരളത്തിന്റെ പോലീസിൽ നിരവധിയുണ്ടല്ലോ. അവരിൽ നിന്നൊരു വിഭാഗത്തിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. DGP സസ്പെൻഡ് ചെയ്യണമെന്ന് 30ാമത്തെ ദിവസം കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞതാണ് തിരുത്തിക്കൊണ്ട് ഈ വിഷയത്തിലെത്തിയിരിക്കുന്നത്. അതിനൊരിക്കലും ശിക്ഷാ നടപടി കാണാൻ കഴിയില്ല. ഇത് ശിക്ഷാ നടപടിയല്ല. സാധാരണ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റുന്ന അതേ ഓർഡറാണത്. ഇന്ന കാരണം കൊണ്ട് സാധാരണ നമ്മൾ ഒരു സസ്പെൻഷൻ അല്ലെങ്കിൽ ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഉണ്ടാകുമ്പോൾ ആ പണിഷ്മെന്റിനെ കുറിച്ച് അതിൽ പറയും. ഇന്ന കാര്യങ്ങൾ, കുറ്റങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളെ ഇന്ന സ്ഥലത്തേക്ക് ഇന്ന കാരണം കൊണ്ട് സ്ഥലം മാറ്റുന്നു അല്ലെങ്കിൽ നടപടി സ്വീകരിക്കുന്നുണ്ടാവും. ഇതതില്ലല്ലോ. ഇതിപ്പോ എന്താ, ഇപ്പോഴും അദ്ദേഹത്തിന്റെ കുപ്പായത്തിൽ ADGP അജിത് കുമാറിന്റെ കുപ്പായത്തിൽ ഒരു കറുത്ത പുള്ളി ഇപ്പോഴും ഇല്ല. ഒരു കറുത്ത പുള്ളിയില്ല അദ്ദേഹത്തിന്റെ കുപ്പായത്തിൽ. ഒരു കറുത്ത പുള്ളി കാരണം CMO ഓഫീസിനെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നതിന്റെ ഒന്നാമത്തെ നേതാവായി അല്ലെങ്കിൽ എന്താ പറയാ അതിന്റെ ഒരു പോയിന്റായി നിൽക്കുന്നത് അജിത് കുമാറാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാലോ. BJPയെ സംബന്ധിച്ച് വലിയൊരു നല്ല കച്ചവടമാണ്, ലാഭകരമായ കച്ചവടമാണ്. ഈ പറയുന്ന തൃശ്ശൂരിൽ സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ അജിത് കുമാറിനാണ് സാധിച്ചിട്ടുള്ളത്. ഇനി കേരളത്തിന്റെ നിയമസഭയിൽ വീണ്ടും ഒരു സീറ്റ് കൊടുക്കാൻ പോവാണ്, പാലക്കാട്. ഈ വിഷയം നിങ്ങളതിൽ പരിശോധിക്കേണ്ടത്, ഷാഫി പറമ്പിന് കിട്ടിയ വോട്ട് 554,079 വോട്ടാണ് എന്ന് പറഞ്ഞാൽ 38.6%. ഈ ശ്രീധരൻ BJPയുടെ സ്ഥാനാർത്ഥി 50,220 വോട്ട് എന്ന് പറഞ്ഞാൽ 35.34. അപ്പോൾ ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 3,000-ന് അടുത്ത് വോട്ടാണ്. 2.